എല്ലാം വിധിയാണെന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആണെന്നറിയാം. എങ്കിലും സണ്ണി, ഒക്കെ സഹിക്കുക എന്നല്ലാതെ എന്താ ചെയ്യുക? കാണാം. ഹോമിസൈഡ് ആണെന്ന് കാണിക്കുന്ന യാതൊരു എവിഡൻസും ഫോറൻസിക് ലാബുകാരുടെ ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല. സർ, സ്കഫളിങ്ങിന്റെ ലക്ഷണമോ മറ്റു വയലൻസുകളോ ഒന്നും മുറിയിൽ കണ്ടിരുന്നില്ല. എല്ലാം ഇൻടാക്റ്റ് ആണ്. സർ, എനിക്ക് ആകെ അൺയൂഷ്വലായി തോന്നിയത് സ്ലീപ്പിംഗ് പിൽസ് ഓവർഡോസ് കഴിച്ചിട്ട് പിന്നെന്തിന് വെടിവെച്ച് മരിച്ചു എന്നാണ്. നോ നോ നോ, ദാറ്റ്സ് നോട്ട് എ പോയിന്റ്. അത് പറയാൻ പറ്റില്ല. വിഷം കഴിച്ചതിന് ശേഷം എത്രയോ പേർ കെട്ടിത്തൂങ്ങിച്ചാവുന്നു. സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഏത് രീതിയിലും മരണം ഉറപ്പാക്കുക, അത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ ലക്ഷ്യം. വേണുവേട്ടൻ സണ്ണിയില്ലേ? ഇല്ല. എവിടെ പോയി? മോൾക്ക് ചെറിയൊരു ടെമ്പറേച്ചർ, അപ്പൊ ഡോക്ടറെ കാണിക്കാൻ പോയിരിക്കാം. മറ്റുള്ളവരൊക്കെ എവിടെ? അവരെല്ലാവരുടെ പള്ളിയിൽ പോയിരിക്കാം. 7-ന്റെ അന്നത്തെ ചടങ്ങുകൾക്ക് എന്തോ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടി. എന്നതാ സാർ വിശേഷിച്ച്? ഒന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ച് ഫോർമാലിറ്റീസ് കൂടെ ചെയ്ത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ റൂം യൂസ് ചെയ്യാമല്ലോ. വരൂ. ജോസൂട്ടി, തന്റെ ചേട്ടത്തി മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? എന്നുവെച്ചാൽ? അല്ല, അവരുടെ പെരുമാറ്റവും രീതികളും. ആക്സിഡന്റോടുകൂടി തന്നെ ചേട്ടത്തി ആകെ ഡള്ളായി സാർ. ഓഹോ. പലപ്പോഴും എവിടെയെങ്കിലും ഒതുങ്ങി ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ചിലപ്പോ തനിച്ചിരുന്ന് കരയുന്നതും കാണാം. അല്ല, ഈ ആൻസിക്ക് പണ്ട് മുതൽ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു? അതറിയത്തില്ല. പക്ഷെ ആക്സിഡന്റിന് ശേഷം ചേട്ടത്തിക്ക് ഉറക്കം പൊതുവെ കുറവായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാ താഞ്ചല്ലേ, ഞാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. ജോസൂട്ടി, അല്ല, ഈ മരണ ദിവസം രാത്രി പതിവില്ല താൻ എന്തിനാ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്? അത് ഞാൻ ഈ സണ്ണിച്ചായനെ കാണാൻ. പൈസയുടെ ആവശ്യമായി. അപ്പൊ ജോസൂട്ടി വന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് വെടിശബ്ദം കേട്ടത്. അതെ. അല്ല സാർ, ഏറെ ഒരു 10 മിനിറ്റ് കാണും, അത്രേ ഉള്ളൂ. ദാറ്റ്സ് റൈറ്റ്. ശരി ശരി, അപ്പൊ താഴെ കാണുമല്ലോ. കം ഓൺ സർ. Look. Come, sir. റഷീദേ, സർ, ഇതുവഴി ആരോ ചവിട്ടിക്കേറിയ ലക്ഷണമുണ്ടല്ലോ. അതെ സർ, ഫുട് പ്രിന്റ്സ് മുകളിലേക്ക് പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്. എടോ ഗോപിള്ളേ, ഈ സണ്ണി ഡിന്നറിന് പോയി എത്ര സമയം കഴിഞ്ഞതിന് ശേഷം വെടിവെച്ച കേട്ടത്? ഏകദേശം ഒരു 20 മിനിറ്റ് ആയിക്കാണ് സാർ. അന്ന് അസ്വാഭാവികമായി ഇവിടെ എന്തെങ്കിലും നടന്നോ? അതായത് വല്ല ശബ്ദമോ അനക്കമോ അങ്ങനെ എന്തെങ്കിലും? എന്ന് ചോദിച്ചാൽ സണ്ണി സാർ പുറത്തു പോകുന്നതിന് കുറച്ചു മുമ്പായി നായ ഭയങ്കരമായിട്ട് കുറച്ചു. അപ്പോൾ ഞങ്ങൾ ഈ വീടിന് ചുറ്റും നോക്കുകയും ചെയ്തു. പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല സാർ. ഞങ്ങളെ കണ്ടുടനെ നായ കൊല നിർത്തി സാർ. ഇനി വല്ല പൂച്ചയോ മറ്റോ? പിന്നെ പൂച്ചയെ കണ്ട നായ കുറയ്ക്കുമല്ലേ? റഷീദേ, താൻ ഒരു കാര്യം ചെയ്യും, നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചേ ഈ ഫുട് പ്രിന്റ് കാസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട്. യെസ് സാർ. സണ്ണി, ഈ കോടതിയിലൊന്നും പോകാതെ എത്ര ദിവസം വെച്ച് അങ്ങനെ കഴിയണം? ആൻസിയുടെ വേർപാട്
സണ്ണിക്ക് താങ്ങാനാവില്ലെന്നറിയാം. പക്ഷെ കർത്താവിന്റെ തീരുമാനം അനുസരിച്ചല്ലേ പറ്റൂ. അനുമോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അവളുടെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റുന്നില്ല അച്ഛൻ. ആകെ കൂടിയുള്ള ഒരു ആശ്വാസം സോണിയുള്ളതാ. അവളും കൂടെ ഹോസ്റ്റലിലേക്ക് പോയാൽ. സോണിക്ക് എക്സാം എടുത്ത് വരികയല്ലേ, അവൾ പൊയ്ക്കോട്ടെ. അനുമോളെ ഞാൻ കോൺവെന്റിൽ കൊണ്ടായിക്കോളാം. ആ, അതും ഒരു കണക്കിന് നല്ലതാ. കോൺവെന്റിലെ അന്തരീക്ഷവും കുട്ടികളൊക്കെ ആവുമ്പോ അവൾക്കും അതൊരു ചേഞ്ച് ആവും. അല്ലേ ചെറിയാച്ച? അതെ അച്ഛൻ. ഡാഡി എന്നെ വിട്, എനിക്ക് കോൺവെന്റിൽ പോണ്ട. എന്നെ വിട്, ഞാൻ വരില്ല. എനിക്ക് ആന്റിയുടെ കൂടെ നിന്നാ മതി. എന്തായത് മോളെ, ആന്റിക്ക് കോളേജിൽ പോണ്ടേ? വേണ്ട, എനിക്ക് ആന്റിയുടെ കൂടെ നിന്നാ മതി. ആന്റി എന്നെ എങ്ങും വിടല്ലേ, ഞാൻ ആന്റിയുടെ കൂടെ നിന്നോളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? ആന്റിക്ക് എക്സാം അല്ലേ? എക്സാം കഴിഞ്ഞാൽ ഉടനെ ആന്റി ഇങ്ങെത്തും. എന്നാ എന്നെ എന്റെ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോ. ഞാനൊരു കാര്യം പറയാം. അനുമോള് സോണിയോടെ കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് നിൽക്കട്ടെ. എന്തായാലും ഇവൾക്ക് പരീക്ഷ എടുത്തല്ലോ. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിന് പകരം വീട്ടിൽ നിന്ന് പഠിച്ചാലും മതിയല്ലോ. സണ്ണി എന്താ ഒന്നും പറയാത്തത്? അല്ലപ്പച്ച, ഞാൻ ചെറിയാച്ചൻ പറഞ്ഞ അതിന്റെ ശരി. ഇപ്പോഴത്തെ അവസ്ഥയിൽ മോൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ നല്ലത്. ഇതാ സാർ, ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. സാർ, ഒരു ഇമ്പോർട്ടന്റ് ക്ലൂ കിട്ടിയിട്ടുണ്ട്. സണ്ണിയുടെ വീട്ടിലെ ചുവരിലും മറ്റും കണ്ട ഫിംഗർ പ്രിന്റും ഈ ഫയലിൽ കാണുന്ന ജാഫറിന്റെ ഫിംഗർ പ്രിന്റും ഐഡന്റിക്കലാണ്. മാത്രമല്ല, നമ്മൾ അവിടുന്ന് കാസ്റ്റ് ചെയ്തെടുത്ത ഷൂസിന്റെ ഈ അടയാളവും ജാഫറിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ ഈ മരണവുമായി ജാഫറിന് ബന്ധമുണ്ടെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? എന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു, അത് ഉറപ്പാ. ഓ സോറി, ഞാൻ മറന്നുപോയി. അപ്പൊ ഇനി എക്സാമിന് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. മിസ് സോണിയ ചെറിയൻ, നിങ്ങൾക്ക് 3-4 ലെറ്റേഴ്സ് ഉണ്ട്. താങ്ക് യു മദർ.